പ്രിയപ്പെട്ടവരെ, ഇന്ന് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളാണ്. തിരുസഭയുടെ ആധാരശിലകൾ എന്ന് സഭാപിതാക്കന്മാരാൽ പ്രകീർത്തിക്കപ്പെട്ട രണ്ട് മഹാവിശുദ്ധരുടെ തിരുനാളാണ്. തിരുസഭ ലോകമാസകലം പടർന്ന് പന്തലിച്ചതിന് കാരണഭൂതരായ പ്രധാനപ്പെട്ട രണ്ട് ശ്ലീഹന്മാരുടെ തിരുനാളാണിത്. വിശുദ്ധ ബൈബിളിൽ, വിശുദ്ധ സുവിശേഷത്തിലും നടപടി പുസ്തകങ്ങളിലും ഏറ്റവും അധികം പ്രകീർത്തിക്കപ്പെടുന്ന, പരാമർശിക്കപ്പെടുന്ന രണ്ട് വിശുദ്ധരാണ്, ശ്ലീഹന്മാരാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സുവിശേഷവും നടപടി പുസ്തകവും എടുത്ത് നാം പരിശോധിക്കുമ്പോൾ ശെമയോൻ പത്രോസ് ആകുന്നതിൻ്റെയും സാവൂൾ പൗലോസ് ആകുന്നതിൻ്റെയും ചരിത്രം കൂടിയാണ് സുവിശേഷങ്ങളും നടപടി പുസ്തകവും. നടപടി പുസ്തകം മുഴുവൻ പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ വിവരണം കൂടിയാണ്. ആ അർത്ഥത്തിൽ സുവിശേഷങ്ങളിൽ, നടപടി പുസ്തകങ്ങളിലൊക്കെ പുതിയ നിയമത്തിൽ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന രണ്ട് മഹാബിംബങ്ങളാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. വിശുദ്ധ പത്രോസ് ജനിച്ചത് മുക്കുവന്മാരുടെ സ്വർഗം എന്ന് പറയുന്ന ബേത്സയിദയിലാണ്. ഈ മുക്കുവന്മാരുടെ സ്വർഗത്തിൽ നിന്ന് മിശിഹാ തമ്പുരാൻ വച്ചു നീട്ടിയ സ്വർഗരാജ്യത്തിലേക്ക് ദൂരം കൂടുതലാണ് എന്നറിയുന്ന ക്ഷണത്തിൽ തിബേരിയോസ് കടലിന്റെ തീരത്ത് തൻ്റെ വള്ളവും വലയും ഇട്ടെറിഞ്ഞിട്ട് സ്വർഗരാജ്യത്തിന്റെ പടവുകൾ തേടി, അതിൻ്റെ കടവുകൾ തേടി പത്രോസ് ശ്ലീഹ യാത്രയാകുന്നതിൻ്റെ ചരിത്രമാണ് വിശുദ്ധ സുവിശേഷങ്ങളിൽ ഒരു ഭാഗത്ത് നാം കാണുന്നത്. ഈ പത്രോസ് ശ്ലീഹായുടെ വ്യക്തി സ്വഭാവ സവിശേഷത നാം നോക്കുമ്പോൾ അദ്ദേഹം ചപലനായ മനുഷ്യനാണ്, കുഞ്ഞുങ്ങളെ പോലെ പെരുമാറുന്നവനാണ്, വീണ്ടും വിചാരമില്ലാതെ ഉത്തരങ്ങൾ പറയുന്നവനാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നവനാണ്. അതുകൊണ്ട് സുവിശേഷങ്ങളിൽ പല ഭാഗത്തും നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ചില സമയത്ത് ശങ്കിച്ചു പോകുന്നു, ഇങ്ങനെയൊരു മനുഷ്യനെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് മിശിഹാ തമ്പുരാൻ കൂട്ടിയല്ലോ എന്നോർത്ത്. ഒരു സമയത്ത് ഈശോ രൂപാന്തരപ്പെടുന്ന വേളയിൽ പത്രോസ് ശ്ലീഹ പറയുകയാണ്, നമുക്കിവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, ഞാൻ 3 കൂടാരങ്ങൾ പണിയാം. അപ്പോൾ മത്തായി ശ്ലീഹ എഴുതുന്നത് അവൻ എന്താണ് ചോദിക്കുന്നതെന്ന് അവന് തന്നെ അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാണ്. വേറൊരു സന്ദർഭത്തിൽ ഈശോ കടലിന് മീതെ നടന്നു പോകുന്ന സമയത്ത് ഞാനും വരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് കടലിലേക്ക് ചാടുന്ന പത്രോസ് ശ്ലീഹ പിന്നീട് കുഞ്ഞിനെ പോലെ കടലിലേക്ക്, കടലാണ് എന്ന് മനസ്സിലാക്കി താന്നു പോകുമ്പോൾ അയ്യോ എന്നെ രക്ഷിക്കണമേ എന്ന് വിലപിക്കുന്നു. വേറൊരു സമയത്ത് തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് മിശിഹാ പ്രവചിക്കുന്ന സമയത്ത് നിനക്കിത് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പൊടുന്നനെ തടയുകയാണ്. ആ സമയത്താണ് ഈശോ പത്രോസ് ശ്ലീഹായെ പിശാചെ എന്ന് വിളിക്കുന്നത്. പിശാചിനെ അല്ലാതെ മനുഷ്യവ്യക്തികളെ 2 സംഭവങ്ങളിൽ മാത്രമേ മിശിഹാ തമ്പുരാൻ പിശാച് എന്ന് വിളിക്കുന്നു. ഒന്ന് യൂദാസിനെയാണ്, നിങ്ങളിൽ ഒരുവൻ പിശാചാണെന്ന് പറഞ്ഞ്. നോക്കുക, കത്തോലിക്കാ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയെ തന്നെ ദൈവം തമ്പുരാൻ പിശാച് എന്ന് വിളിച്ചു കളഞ്ഞു. അത്രമാത്രം ചപലനായ യൂദാസ് ശ്ലീഹായ്ക്കടുത്ത ചിന്താഗതികള് ചില സമയത്ത് വെച്ചു പുലർത്തിയ മനുഷ്യനാണ് പത്രോസ് ശ്ലീഹ എന്ന് ഓർക്കുക. എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾ തീരുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതിന്റെ ചരിത്രം കൂടി സുവിശേഷകന്മാര് പത്രോസ് ശ്ലീഹായുടെ ജീവിത സംഭവങ്ങളോട് ചേർന്ന് അവതരിപ്പിക്കുകയാണ്. ഒരു സ്ത്രീയുടെ മുമ്പിൽ പോലും ഞാൻ അവനെ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞിട്ട് പത്രോസ് ശ്ലീഹ തള്ളിപ്പറയുകയാണ്. അപ്പോഴാണ് ഈശോ തിരിഞ്ഞു നോക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന ക്ഷണത്തിൽ വിശുദ്ധ സുവിശേഷങ്ങൾ നമ്മളോട് പറയുന്നത് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു എന്നാണ്. അതാണ് പത്രോസ് ശ്ലീഹ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പത്രോസ് ശ്ലീഹായെ ദൈവം തമ്പുരാൻ ആദ്യത്തെ മാർപ്പാപ്പയാക്കിയത്, സഭയുടെ തലവനാക്കിയത്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നാം ഋജുബുദ്ധിയുള്ള മനുഷ്യരാണോ? നാം കപടതയില്ലാത്ത മനുഷ്യരാണോ? കാപട്യമില്ലാതെ നൈർമല്യത്തോടെ പെരുമാറാൻ നമുക്ക് കഴിയുമോ? കർത്താവെ, ഞാൻ പാപിയാണേ എന്ന് പറയുന്ന ആ നിഷ്കളങ്കത നമുക്കുണ്ടോ? കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്ന തരത്തിലുള്ള താഴ്മ നമുക്കുണ്ടോ? നീയെല്ലാം അറിയുന്നല്ലോ എന്ന് പറയുന്ന തരത്തിൽ ദൈവം തമ്പുരാനിലേക്ക് എല്ലാം ചേർത്ത് വയ്ക്കുന്ന ആത്മീയതയുടെ ആ ഉദാത്തമായ ഭാവം നമുക്കുണ്ടോ? പത്രോസ് ശ്ലീഹായെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു വരുന്ന ചിന്താഗതികളാണ്. രണ്ടാമത്തെ
പ്രധാന കാര്യം പ്രിയപ്പെട്ടവരെ പൗലോസ്ലീഹയെ കുറിച്ചുള്ള ചിന്തയാണ്. പൗലോസ്ലീഹ ടാർസൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന ധീരനായ മനുഷ്യനാണ്. വലിയ പാണ്ഡിത്യമുള്ള ചെറുപ്പക്കാരനാണ്. ഗമാലിയേൽ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ പാദാന്തികത്തിൽ നിന്ന് നിയമത്തിൽ പ്രാവീണ്യം നേടി വന്ന ധീരനായ ധൈര്യശാലിയായ ചെറുപ്പക്കാരനായിരുന്നു പൗലോസ്ലീഹ. ഈ സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ, ആ സാവൂളിനെയാണ് ക്രിസ്ത്യാനികളെ ലോകത്ത് നിന്ന് മുഴുവൻ ഉന്മൂലനം ചെയ്യണമെന്ന ശാഠ്യബുദ്ധിയോടെ ഇറങ്ങി പുറപ്പെട്ട തീഷ്ണമതിയായ ഫരിസേയനായ ഈ ചെറുപ്പക്കാരനെയാണ് ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് ദൈവം തമ്പുരാൻ കർത്താവ് ഈശോ മിശിഹ കുതിരപ്പുറത്ത് നിന്ന് എടുത്ത് നിലത്തിട്ടിട്ട്, നീ പീഡിപ്പിക്കുന്ന മിശിഹായാണ് ഞാൻ, മുള്ളിനെതിരെ ഉദയ്ക്കുന്നത് നിനക്ക് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, സീറോ മലബാർ സഭയുടെ കുർബാനയിൽ ഈ ചരിത്രമൊക്കെ വലിയ ധ്യാനാത്മകമായ രീതിയിൽ സന്നിവേശിപ്പിച്ചിട്ടൊരു പാട്ടുണ്ട്. അത് ധ്യാനാത്മകമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചരിത്രം മുഴുവൻ അതിലുണ്ട്. അതിങ്ങനെയാണ്: ശൗലം നാൽയൂതൻ നിയമം ചാർത്തും തിരശീലകളാലന്ധൻ മിശിഹായവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. ഈ പൗലോസ്ലീഹയാണ് പിന്നീട് സഭയുടെ ഏറ്റവും തീഷ്ണമതിയായ അപ്പസ്തോലനായിട്ട് മാറുന്നത്, വിജാതീയരുടെ അപ്പസ്തോലനായിട്ട് മാറുന്നു. നടപടി പുസ്തകം 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ്ലീഹയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണമാണ് ലൂക്കാസ് സുവിശേഷകൻ എഴുതി വയ്ക്കുന്നത്. ഈ ലൂക്കാസ് സുവിശേഷകൻ നടപടി പുസ്തകം അവസാനിപ്പിക്കുന്ന സമയത്ത് പൗലോസ്ലീഹ രക്തസാക്ഷിത്വ മകുടം ചൂടിയിരുന്നു. പക്ഷേ ലൂക്കാസ് സുവിശേഷകൻ എഴുതി നിർത്തുന്നതാണ്: റോമിലെ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നും ലോകാവസാനത്തോളം എപ്പോഴൊക്കെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നുവോ, നടപടി പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുവോ, അപ്പോഴൊക്കെ ഈ മഹാനായ അപ്പസ്തോലൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. റോമിലെ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് പൗലോസ് എന്ന് പറയുന്ന അപ്പസ്തോലൻ ഇപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്: ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ കഴിയും? ക്ലേശമോ അധ്വാനമോ ആപത്തോ വാളോ ഒന്നിനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് ഞാൻ സത്യമായി പറയുന്നു. അത്രമാത്രം ദൈവം തമ്പുരാനോട്, ഈശോ മിശിഹായോട് അദമ്യമായ സ്നേഹബന്ധത്തിലായിപ്പോയ മഹാവിശുദ്ധനാണ് വിശുദ്ധ പൗലോസ്ലീഹ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തിരുനാൾ ആചരിക്കുന്ന സമയത്ത് ഈ മഹാവിശുദ്ധരെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മുമ്പിൽ വരട്ടെ. ഞാൻ എന്തുമാത്രം ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, സഭയെ സ്നേഹിക്കുന്നുണ്ട്, സഭയ്ക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ വരുന്ന തലമുറയെ ഞാൻ എന്തുമാത്രം സഭാസ്നേഹത്തിലേക്ക് ആനയിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയിലൂടെ, ഞായറാഴ്ചകളിലുള്ള കുർബാന പങ്കാളിത്തത്തിലൂടെ, കൂദാശകളുടെ സ്വീകരണത്തിലൂടെ, ഒരുമിച്ചുള്ള കുംഭസാരത്തിലൂടെ എങ്ങനെയൊക്കെ സഭയോട് ചേർന്ന് ഞാൻ നിൽക്കുന്നുണ്ട്, സഭയുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളിയാകാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്നൊക്കെ നാം ഈ 2 മഹാവിശുദ്ധരെ ചേർത്ത് നിർത്തി ധ്യാനിക്കേണ്ട ദിവസമാണിത്. എല്ലാവർക്കും പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ആദരപൂർവ്വം നേരുന്നു. Subscribe now and press the bell icon. Never miss an update.